നമ്മളോട് അന്ന് പറഞ്ഞ കൽക്കട്ടക്കാരനാണെന്ന് തോന്നുന്നു. നമ്മൾ തമ്മിൽ ഒരിക്കലേ കണ്ടിട്ടുള്ളൂവെങ്കിലും എന്നെ ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വരികയാണ്. എന്റെ പേര് നാഗേന്ദ്രൻ. ഓ, ഐ എം സോറി. ടേക്ക് എ സീറ്റ്. എനിക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടില്ല. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, ഒന്നും വേണ്ട. വിസ്കി? നോ താങ്ക്സ്. മിസ്റ്റർ നാഗേന്ദ്രന്റെ ഫോൺ വരാത്തതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ പെട്ടി ഏൽപ്പിച്ചവർ മടങ്ങി വന്നത്. പെട്ടി കൊണ്ട് ഏൽപ്പിച്ചെന്നു? അതെ. ഇത്തരം സാധനങ്ങൾ ബുക്ക് ചെയ്ത് അയക്കുന്നത് അപകടമായതുകൊണ്ടാണ് നേരിട്ട് ബാലന്റെയും ഖാദറിന്റെയും കയ്യിൽ കൊടുത്തുവിട്ടത്. അവരിവിടെ പാർസൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാ. മിസ്റ്റർ ചന്ദ്രസേനൻ, ഞാനും നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ യഥാർത്ഥ പേര് രാജ്യദ്രോഹമെന്നാണ്. അതിൽ നിങ്ങൾ എന്നെ കബളിപ്പിക്കുന്നത് സർപ്പത്തിന്റെ വായിലകപ്പെട്ട പ്രാണികൾ തമ്മിൽ മത്സരിക്കുന്നത് പോലെയാണെന്ന് ഓർമ്മ വേണം. മിസ്റ്റർ നാഗേന്ദ്രൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ലക്ഷക്കണക്കിന് രൂപ കൈനീട്ടി വാങ്ങിയ നിങ്ങൾ ഓർണമെന്റ്സ് കൽക്കട്ടയിൽ എത്തിക്കാത്തതുകൊണ്ട് എന്റെ കൈ കൊണ്ടാണ് ആ പെട്ടി സീൽ ചെയ്ത് അവരെ ഏൽപ്പിച്ചത്. രാഘവ, എന്താണ് ഈ കേൾക്കുന്നത്? സാർ, ആ പെട്ടി ഉൾപ്പെടെ അവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ഞാനാ. അവരെന്നെ കണ്ടിട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ. മലയാളി, ആ ബാലനും ഖാദറും കൂടെ നമ്മളെ ചതിച്ചിരിക്കുന്നു എന്ന് എന്റെ സംശയം. അങ്ങനെയാണെങ്കിൽ അവരിപ്പോ ഇവിടെ വരുമോ? ആരാരെ ചതിച്ചാലും എനിക്ക് ഓർണമെന്റ്സ് കിട്ടാതെ മടങ്ങാൻ കഴിയില്ല. മിസ്റ്റർ നാഗേന്ദ്രന്റെ വിശ്വാസമില്ലേ? വിശ്വാസം എന്ന് പറയുന്നത് ഒരു തലനാരിയാണ് മിസ്റ്റർ. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ അത് റോപ്പയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ട്രെയിനിൽ ഉയരാത്ത ഭാരങ്ങൾ കടലിനക്കൽ നിന്ന് പോലും ഇവിടെ എത്തുന്നത് ആ തലനാരിയിലൂടെയാണ്. അത് പൊട്ടുന്നത് സഫലത കൊണ്ടായാലും കഴിവുകേട് കൊണ്ടായാലും ഒറ്റ അർത്ഥമേ. ഞാൻ പറയുന്നത് കേൾക്കും. എന്നോടല്ല പറയേണ്ടത്. നിങ്ങളെക്കാൾ ഭയങ്കരന്മാരായ ഏജന്റന്മാരുള്ള ആളാണ് നമ്മുടെ ബോംബെയിലുള്ള ബോസ്. അയാൾ ചെസ് കളിക്കുന്നത് ചെസ് ബോർഡിലല്ല, വേൾഡിന്റെ മാപ്പിലാണെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അല്പം കൂടി ക്ഷമിക്കണം. രാഘവ, ആ ഖാദറും ബാലനും എവിടെയുണ്ടെങ്കിലും ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ ഞാൻ പറയുന്ന സത്യം മിസ്റ്റർ നാഗേന്ദ്രന്റെ ബോധ്യപ്പെടുകയില്ല. ഓ, ഐ എം സോറി. എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ CVയിൽ കാണും. ഓർണമെന്റ്സ് എപ്പോൾ എത്തിക്കുമെന്നുള്ളത് അവിടെ അറിയിച്ചാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഖാദറെ, നമ്മളിവിടെ ഉള്ള വിവരം ചന്ദ്രസേനന്റെ ആൾക്കാരറിഞ്ഞാൽ വീണ്ടും നമ്മൾ പോലീസിന്റെ കയ്യിലാപ്പെടും. ഇനി എങ്ങോട്ട് പോകാൻ? എങ്ങോട്ട് പോയാലും സത്യം അറിയുന്നവരെ ഒളിവിൽ തന്നെ കഴിയണം. നമുക്ക് ആ പാർസൽ ഓഫീസിലൊന്ന് പോയാൽ ആ ഇൻസ്പെക്ടറും പാർട്ടിയും നമ്മൾ അന്വേഷിച്ച് വന്നിരുന്നോ എന്നൊന്ന് അറിയാമായിരുന്നു. അതിനു മുമ്പ് നമുക്ക് വേണ്ടത് രഹസ്യമായി താമസിക്കാൻ ഇടവാണ്. എങ്കിലേ ചന്ദ്രസേനന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ ചലനവും ദൈവം പോലും അറിയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻസ്പെക്ടർ, മറുനാടൻ മലയാളികളായ ഞങ്ങൾ കേരള പോലീസിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെയാണ് എവിടെയും സംസാരിക്കാറുള്ളത്. പക്ഷേ ജീവിച്ചിരിക്കുന്ന എന്റെ ശവം നിങ്ങൾ കണ്ടെടുത്തുന്നു, അതിന്റെ പേരിൽ നിങ്ങൾ കേസെടുത്ത് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായി പോയി. ക്ഷമിക്കണം മിസ്റ്റർ ചന്ദ്രസേനൻ, ഞങ്ങൾ ശവശരീരം കണ്ടെടുത്തതും ബാലിനെയും കാവറേയും അറസ്റ്റ് ചെയ്തതും സത്യമാണ്. നിങ്ങൾ സ്വർണം കൊടുത്തേച്ചെന്ന് പറഞ്ഞതും അവരാണ്. എനിക്ക് സ്വർണ്ണക്കച്ചവടമാണോ സർ ജോലി? ഈ പറഞ്ഞവന്മാരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഒരുപക്ഷെ മാന്യതയോടെ കഴിയുന്ന എന്റെ അഡ്രസ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും അവർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു. മലയാളി, അവന്മാരെ എനിക്കറിയാം. നിനക്കെങ്ങനെ അറിയാം? രണ്ടുപേരും ആ പാർസൽ ഓഫീസിലെ ടെമ്പററി ജോലിക്കാരാ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പലപ്പോഴും ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഓ, അതുകൊണ്ടായിരിക്കും അവരെ അന്വേഷിച്ച് ഇൻസ്പെക്ടർ സാർ മദ്രാസിലേക്ക് വന്നത്. പക്ഷേ തടവ് ചാടാൻ ധൈര്യം കാണിച്ച അവർ തിരിച്ചിവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ വെച്ചായാലും കുറ്റം ചെയ്തവൻ അകപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും ഇങ്ങനെയുള്ള ഇരപ്പാളികളെ വെച്ച് പൊറുപ്പിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തിയതിന് ഞാൻ ഒരു പെറ്റീഷൻ എഴുതി തരാം. ഓ, അതൊന്നും വേണമെന്നില്ല. ഞാൻ ഇറങ്ങുകയാണ്. വന്നിട്ടൊരു കപ്പ് കാപ്പി പോലും കഴിച്ചില്ലല്ലോ. സാരമില്ല, ഇനിയും ഇങ്ങോട്ട് വരേണ്ടി വരുമല്ലോ. എപ്പോഴാകാം. മദ്രാസിൽ എത്ര ദിവസത്തെയാ ക്യാമ്പ്? പ്രതികളെ പിടിച്ചേൽപ്പിക്കുന്നത് വരെ.
ഞാൻ ഇറങ്ങുന്നു. ഹലോ, ആരാണ്? ഹലോ, മിസ്റ്റർ ചന്ദ്രസേനല്ലേ? അതെ. ഞാൻ ഡെയ്സിയാണ്. ഞാൻ ഫോൺ ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാണാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ്. വേണ്ട ഡേസി, ഇങ്ങോട്ട് വരണ്ട. ഞാൻ സമയം പോലെ ഡേസി വന്ന് കണ്ടുകൊള്ളാം. നിങ്ങളുടെ സമയം കാത്തിരിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞത്. നോനോ, എന്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണണം. ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഓക്കെ? ഹലോ ഹലോ, ഡാഡി, ഡാഡി, ഇത് കണ്ടോ? പോയല്ലോ. ഞാൻ പോവില്ല. മോൻ കരയില്ലേ? ഇതാ, പുറത്ത് ചെന്ന് കളിക്കും. ശരി. ആരോടുള്ള ദേഷ്യമാണ് കുട്ടിയോട് തീർക്കുന്നത്? ഞാൻ ഗുരുവായൂർ പോയപ്പോ കണ്ടിട്ട് പോയ ആളല്ല തിരിച്ചു വന്നപ്പോ മുതൽ കാണുന്നത്. നിങ്ങൾക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ദയവ് ചെയ്ത് നീ എന്നെ ശല്യം ചെയ്യാതിരിക്കും. ശല്യം ചെയ്യാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ചില സത്യങ്ങളറിയാം. നീ ഒന്നും അറിയണ്ട. എനിക്കറിയണം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ലോകത്തിൽ ആരുടെ മുമ്പിലും തലകുനിക്കാത്ത നിങ്ങൾ ആ കൽക്കത്താക്കാരന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും പോലീസിനെ ഭയപ്പെടുന്നതും ഞാൻ കണ്ടു. സരസ്വതി, നിങ്ങളുടെ ഗതികേട് കണ്ട് തുള്ളി പൊള്ളിപ്പോയത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് തുറന്നു പറയും. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് ഞാൻ വരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് എല്ലാം കേട്ടുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നത്. ബിസിനസിന്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ടാവും. പക്ഷെ കയ്യിൽ വിലങ്ങ് വീഴുന്നത് പരസ്യമായിട്ടായിരിക്കും. സരസ്വതി, നിന്നോട് പോകാനാണ് പറഞ്ഞത്. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ്? നിങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് ഇന്ന് 5 വയസ്സായുള്ളൂ. അവനൊരു ആൺകുട്ടിയല്ലേ? അവൻ വളരുമ്പോ അവന്റെ അച്ഛനെ കാണാൻ സെൻട്രൽ ജയിലിലേക്ക് പറഞ്ഞേക്കാൻ എനിക്ക് കഴിയില്ല. നീ അതിൽ കിടക്കരുത്. അതിനും കടന്ന് അഭിമാനവും കളഞ്ഞ് ജീവിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. സ്വസ്ഥതയോട് ജീവിക്കാനുള്ള വക ഈ കുടുംബത്തിനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ഈ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പറ്റൂ. സരസ്വതി, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള അവിവേകമൊന്നും എനിക്കില്ല. നിങ്ങളിൽ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഈ ലോകത്ത് ആര് നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ നാവ് പിഴുതെറിഞ്ഞാൽ അതോടെ എല്ലാ ശബ്ദവും അവസാനിച്ചു പോകുമെന്ന് നിങ്ങൾ കരുതരുത്. എനിക്ക് പറയാനുള്ളത്